എൻ്റെ പേര് ബേബി. ഞാൻ എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് നിന്ന് ചേരാനല്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ആൻ. 11/10/2021 ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത്. ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. വീണ്ടും ഒരു അവസരം നൽകി തിരു അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിച്ച് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ മകളുടെ PG പഠനത്തിന് ശേഷം എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ മകൾക്കും വിദേശത്ത് പോയൊരു വിദ്യാഭ്യാസം നേടണം എന്നൊരു ആഗ്രഹം ജനിച്ചു. അവളുടെ ആഗ്രഹം ഇതായിരുന്നു, ഒരു PhD ചെയ്യണമെന്നായിരുന്നു. PhD ചെയ്യാനായിട്ട് അവൾ ശ്രമിച്ചു. ആദ്യമായിട്ട് IELTS പരീക്ഷ പാസ്സാകാനുള്ള ശ്രമമായിരുന്നു. ഞാനും മകളും കൂടി ഒരു കേരളത്തിലെ ഒരു നല്ലൊരു സ്ഥാപനത്തിൽ പോയി ഫീസൊക്കെ അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇത്രയും ഫീസ് വേണ്ട അപ്പം, ഇത്രയും ഫീസ് നമുക്ക് പഠിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സാധാരണ സ്ഥാപനത്തിൽ തന്നെ ഞങ്ങൾ പോയി IELTSന് കോച്ചിങ്ങിന് പോയി. ഒരു മാസത്തെ കോച്ചിങ്ങിന് ശേഷം ഇവൾ പരീക്ഷ അപ്പിയർ ചെയ്തു. പരീക്ഷയ്ക്ക് പോയപ്പോൾ ആദ്യം സ്പീക്കിംഗ് ആയിരുന്നു. പോയപ്പോൾ ഞാൻ എൻ്റെ കാശ് രൂപം ഉള്ളിൽ കൊടുത്തായിരിക്കുന്നു. എന്ത് പരീക്ഷയ്ക്ക് പോയാലും ഞാൻ എൻ്റെ കാശ് രൂപം കൊടുക്കും, നീ സൂക്ഷിക്കണം, സൂക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാം എഴുതാനായിട്ട്. തിരിച്ചു വന്ന മകൾ പറഞ്ഞു, അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ഇതിലങ്ങോട്ട് നന്നായിട്ട് ചെയ്തു എന്നെനിക്ക് ബോധ്യമില്ല. കാരണം അവർ ചോദ്യങ്ങളും എനിക്ക് അത് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് കൂടെയുണ്ട്, ബാക്കിയുള്ളതെല്ലാം മാതാവ് പരിഹരിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസവും ഇങ്ങനെയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പറയും, കുഴപ്പമില്ല, എങ്കിലും എനിക്ക് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു എന്ന് തോന്നും. പക്ഷേ മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ, നിനക്ക് എല്ലാം മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ IELTS സ്പേസ് റിസൾട്ട് വന്നു. 2 ആഴ്ചപ്പോൾ എൻ്റെ മകൾക്ക് 9-8 മാർക്കും നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതിനുശേഷം അവൾ PhD ചെയ്യാനുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു തുടങ്ങി. വേൾഡിലുള്ള സർവകലാശാലയിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു. 2 സർവകലാശാലയിൽ നിന്ന് അവൾക്ക് ഇൻ്റർവ്യൂവിന് അവസരം ലഭിച്ചു. അതിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള PhD ഇൻ്റർവ്യൂകൾക്ക് അവസരം കിട്ടിയപ്പോൾ ഇവൾ അതിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അവൾ വിസയ്ക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആരംഭിച്ചു. വിസ പ്രോസസ്സിങ്ങിന് ഇന്ത്യയിൽ നിന്നും ഈ യൂണിവേഴ്സിറ്റിയിലെ PhDക്ക് കിട്ടിയത് 2 പേർക്കാണ്. അതിലൊന്ന് എൻ്റെ മകളായിരുന്നു. വേൾഡിലുള്ള ഒത്തിരി ആളുകൾ ഇതിന് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് 2 പേർക്കാണ് ആ അവസരം ലഭിച്ചത്. ഫുൾ സ്കോളർഷിപ്പോടെയാണ് എൻ്റെ മകൾ PhD ചെയ്യുന്ന ഓസ്ട്രേലിയയിലേക്ക് അവസരം ലഭിച്ചത്. അവൾക്ക് എല്ലാ ചിലവുകളും ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി വഹിക്കും. അങ്ങനെ അവസരം ലഭിച്ച അടുത്ത പ്രോസസ്സിങ് ആയിരുന്നു അവളുടെ മെഡിക്കൽ ഇൻ്റർവ്യൂ, മെഡിക്കൽ ചെക്കപ്പ്. എൻ്റെ മകൾക്ക് ഭയങ്കര പേടിയാണ് മെഡിക്കൽ ചെക്കപ്പിന് പോകാനൊക്കെ ആയിട്ട്. മെഡിക്കൽ ചെക്കപ്പിന് ഞാൻ പറഞ്ഞു, മോൾ പേടിക്കേണ്ട, ഞാൻ ഉപ്പും നമ്മുടെ ഉടമ്പടി തൈലം കയ്യിൽ വെച്ചിട്ടുണ്ട്, മോൾ ധൈര്യമായിട്ട് പോരെ, കാശ് രൂപമുണ്ട്. ഞങ്ങൾ ഒരു രോഗബാധിതയായിരുന്നു മകൾ. ആ രോഗബാധിതയിൽ നിന്ന് അവൾ കരകയറി. അതായിരുന്നു എൻ്റെ ആദ്യ സാക്ഷ്യം. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു എവിടെയെങ്കിലും പോകാനായിട്ട്, മെഡിക്കൽ ചെക്കപ്പിന് പോകാനായിട്ട്. ആ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയാറുണ്ട്. ഞാൻ ആ മെഡിക്കൽ ചെക്കപ്പ് സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതറുകയും ഇവളുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ആ പരാതിയിൽ നിന്ന് അച്ഛൻ്റെ ഒരു ഉടമ്പടി നാളത്തിൽ കേട്ട മാതിരി പരസ്യമായിട്ട് ഞാൻ ഈ കൊന്ത എല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ കൊന്ത എല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകളാണ് ഏറ്റവും ആദ്യം ഈ മറ്റുള്ളവരുടെ മറ്റുള്ള പോയതിനേക്കാൾ മുമ്പിൽ തന്നെ മെഡിക്കൽ ചെക്കപ്പ് പാസ്സായി തിരിച്ചു വന്നത്. അങ്ങനെ മാതാവ് അതെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി എൻ്റെ മകൾക്ക് അവസരം നൽകി. അടുത്തായിട്ടൊരു ഇവൾ ചെയ്തത് ഒരു ഏജൻസിയുടെ സഹായത്തോടെ സ്വന്തമായി തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അവരെ സഹായിച്ചു. വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പല കാര്യങ്ങളും തടസ്സമായിരുന്നു. കാരണം വിസ അപ്ലൈ ചെയ്ത് ചിലതെല്ലാം സേവ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ തടസ്സങ്ങളും ഞാൻ ഉടനെ തന്നെ ഈ മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് കയ്യിൽ കൊടുക്കും. മോൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇവളുടെ എല്ലാ ചെറിയ തെറ്റുകളെ കണ്ടുപിടിച്ച് ഇവൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു, മോളെ ഇത് മാതാവ് അപ്ലൈ ചെയ്തിട്ട് ഇത് എൻട്രി അടിക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നത് മാതാവാകട്ടെ എന്ന് ഞാൻ കാശ് രൂപം മാതാവിൻ്റെ കൊടുത്തു. മാതാവ് ആ കൾച്ചറൽ മൗസിൽ അപ്ലൈ ചെയ്യുന്ന മാതിരി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു. എൻ്റെ മകളുടെ ആ ടേൺ ഓഫ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ അവസരം നൽകിയില്ല. അതിന് മുമ്പ് ഓട്ടോ ഗ്രാൻഡ് എന്ന രീതിയിൽ എൻ്റെ മോൾക്ക് വിസ വന്നു. 10 സെക്കൻഡാണ് എടുത്തിട്ടുള്ളൂ വിസ വരാനായിട്ട്. ആ വിസ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ സംശയം ഇങ്ങനെ വരുമോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ വേറെ ഞങ്ങളുടെ പരിചയമുള്ള ഏജൻസിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് വളരെ അപൂർവം കിട്ടുന്നൊരു അവസരമാണ്. സാധാരണ PhDകൾക്കൊന്നും ഇങ്ങനെ ഓട്ടോ ഗ്രാൻഡ് വിസ കൊടുക്കാറില്ല. നിങ്ങൾക്കൊരു പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ഈ വിസ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയത്. സാധാരണ ഒരു വിസ വരുന്നതിന് മിക്കവാറും 1 മാസം 2 മാസം വരെ കാലാവധി എടുക്കുന്നതാണ്. ഇവളോടൊപ്പമുള്ള ഒരു കുട്ടിക്ക്, ഇന്ത്യയിൽ 2 പേർക്കൊന്നുള്ള കുട്ടിക്ക്
ഇതുവരെ വിസ വന്നിട്ടില്ല. അവൻ ട്രൈ ചെയ്തു, അവൻ വിസ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവന് ഇതുവരെ വിസ വന്നിട്ടില്ല. ഒരു 2-3 ആഴ്ചയായി. പക്ഷേ എൻ്റെ മോൾക്ക് ആ ഓട്ടോഗ്രാൻഡ് എന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ വിസ വന്ന്, അല്ലെങ്കിൽ ഇവൾക്ക് എപ്പോഴും ടെൻഷനായിരിക്കും വിസ വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു. അതുകൊണ്ട് വിസ ദൈവമാതാവ് എത്രയും പെട്ടെന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്നു. അതുകൂടാതെ ഇവളുടെ പ്രോജക്റ്റ്, ഇവൾ PG ചെയ്യുമ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് സപ്ലൈ ചെയ്ത് സമർപ്പിച്ചിരുന്നു. സംസ്ഥാന തലത്തിൽ ഇവളുടെ ടീമിനാണ് അതിൽ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇവൾ എന്തിനു പോകുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ കാശുരൂപം സപ്പോർട്ടിനായി മാതാവിൻ്റെ പ്രാർത്ഥിച്ചിട്ട് മോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉടമ്പടി തൈലവും ഇവൾ നെറ്റിയിൽ എപ്പോഴും ഇപ്പോഴൊക്കെ ചോദിച്ചു വന്നവരുണ്ട്. അപ്പോൾ ഇന്ന് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടാനായിട്ട് ഇവൾ എന്നോട് പറയാറുണ്ട്. ഞാൻ അങ്ങനെ അനുഗ്രഹിച്ച് വിടാറുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഒരു മുഴയുണ്ടായിരുന്നു. അത് വലുതായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാൻ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഈ വേറൊരു കൈക്ക് വന്നൊരു ഒടിവ് സംബന്ധമായി ചെന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറോട് പറഞ്ഞു ഇത് സാധാരണ ഇത് എല്ല് വളരുന്നതാണ്, ഇത് ചിലപ്പോൾ നമുക്കൊരു MRI ചെയ്ത് നീക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു MRI നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസങ്ങൾ വരാമെന്ന് പറഞ്ഞ് പോന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ഈ മുഴ മാറുകയും ഈശോ അമ്മയും എനിക്ക് ഈ മുഴ മാറ്റി തന്നെ സൗഖ്യം വരുത്തുകയും ചെയ്തു. എൻ്റെ പേഴ്സണൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളും യാത്രയിൽ ചെയ്യുന്ന അവസരം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കൂടാതെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ ഒറ്റ ദിവസം തന്നെ വൈകാതെ മിക്കവാറും അടുത്ത ദിവസം തന്നെ എല്ലാവർക്കും, അക്രൈസ്തർക്കും ക്രിസ്ത്യൻസിനും എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മിക്കവാറും എല്ലാ ആഴ്ചയിലും തന്നെ റോഡരികിലും വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഭക്ഷണം എത്തിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ മാസത്തിലൊരിക്കൽ ഗവൺമെൻറ് ആസ്പത്രികളിൽ പോയി ഞങ്ങൾ എൻ്റെ കൂടെ എൻ്റെ മാതിരി തന്നെയുള്ള ഉടമ്പടി ചെയ്ത 1, 2, 3, 4 പേരുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാ രോഗികൾക്കും ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ കൂടുതൽ തീക്ഷ്ണത വളരുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹം, എൻ്റെ മകൾ ഓസ്ട്രേലിയയിലേക്ക് അടുത്ത മാസം പോകും, മാർച്ച് മാസം പോകും. സഞ്ചാരി മാതാവ് എൻ്റെ മകളുടെ കൂടെ പോകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ അയച്ചുകൊണ്ട് എനിക്കിനി കൂടുതൽ പ്രവർത്തനം കാരണപ്രവർത്തനം ചെയ്യാൻ മടി കൂടാതെ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 12-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാണ് തിരുവചനം നമ്മോട് പറയുക. ഇവിടെ തൻ്റെ മകളുടെ 2ാമത്തെ സാക്ഷ്യമാണ് ഈ പിതാവ് പങ്കുവയ്ക്കുക. തൻ്റെ മകൾക്ക് ഇതിനു മുമ്പ് ഒരു മേജറായിട്ടുള്ള ഒരു രോഗസൗഖ്യം ലഭിച്ചു. അതിൻ്റെ സാക്ഷ്യം പറഞ്ഞ് പിന്നീട് എങ്ങനെയാണ് ആ മകൾ ആത്മധൈര്യം വീണ്ടെടുത്ത് തൻ്റെ PhD ഒക്കെ ഇന്ന് തുടരുവാനായിട്ട് താൻ വിദേശത്തേക്ക് പോകുന്ന അനുഭവം, അതിൽ തനിക്ക് IELTS പാസ്സാകുന്നതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനൊക്കെ കഴിയുന്നു. വീണ്ടും വിസ, ഓട്ടോ ഗ്രാൻഡ് വിസ, തൻ്റെ കൂടെയുള്ള 2 കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി, അതും ഫുൾ സ്കോളർഷിപ്പ്, ഒരു പൈസ പോലും മുടക്കമില്ലാതെ ഈ മകളെ പഠിക്കുവാനായിട്ടൊക്കെയുള്ള കൃപ കൊടുക്കുകയാണ്. അപ്പോൾ തൻ്റെ മെഡിക്കൽ അത് ഒരു വലിയ കടമ്പ തന്നെയായിരുന്നു. തനിക്ക് ഉള്ള ആ അസുഖം പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടിട്ടാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറഞ്ഞത്. എങ്കിലും അത് ഇവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മെഡിക്കൽ ചെക്കപ്പൊക്കെ ഏറ്റവും നന്നായിട്ട് അത് വിജയിക്കുവാനും പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുമായിട്ട് പോകുമ്പോൾ അമ്മ നടത്തിയ മെഡിക്കൽ ചെക്കപ്പായിട്ട് അത് മാറുന്നു. അങ്ങനെ തൻ്റെ മകളുടെ വിസ വരികയും മകളെ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുകയും ചെയ്തു. വീണ്ടും മകളുടെ പ്രോജക്റ്റ് സംസ്ഥാനത്ത് തന്നെ 1ാമത്തെ റാങ്ക് ലഭിക്കുന്ന രീതിയിൽ ആ പ്രോജക്റ്റിനെയൊക്കെ എങ്ങനെയാണ് ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ഈ മകൾക്ക് കൊടുത്ത ഒരു സമ്മാനമായിട്ട് ദൈവം കൊടുക്കുന്നത്. അങ്ങനെ താൻ അനുഭവിച്ചിരുന്ന പലതിനും ഇന്ന് അമ്മയുടെ അൾത്താരയിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിനൊക്കെ തൻ്റെ മകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഇന്ന് എങ്ങനെയാണ്
ആ മകൾക്ക് മാറ്റം വരുന്നതെന്നുള്ളതാണ് ഈ പിതാവ് ഇവിടെ സൂചിപ്പിക്കുക. അതുപോലെ തനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യവുമൊക്കെ പറയുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ആയിട്ട് താൻ എന്തെല്ലാം ചെയ്യുന്നു, എങ്ങനെയാണ് ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക, തനിക്ക് കിട്ടിയ ദൈവാനുഭവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ദൈവത്തെ തന്നെ നാം കൊടുക്കുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.